ഹായ്, ജയ്സിം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അതിൻ്റെ ഒരു റീസണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. ചെറുതല്ല, കുറച്ച് വലുത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ വീഡിയോ കാര്യങ്ങളൊന്നും എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലൊന്ന് ഫ്രീ ആയി നിന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ അസുഖത്തെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഈ ഒരു ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം, അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഫീലിങ്സ്, ഈ ഒരു സ്ട്രോക്ക് വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരുവിധം എല്ലാ ആളുകൾക്കും കൂടുതൽ പ്രായം, ഒരു 30 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ ഒരു സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ എല്ലാവരും പറയും കൈ കടച്ചിലാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെന്താ പറയുക, മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണെന്നൊക്കെ വിചാരിക്കലുണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് കയ്യിന് നല്ലൊരു കടച്ചിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു തൊണ്ടൻ്റെ ഇവിടുന്ന് കുറച്ച് ഉയരത്തിൽ കയറുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്യൽ, തൊണ്ടൻ്റെ ഇവിടുന്ന് ഇതുവരെ ഒരു എന്താ പറയാൻ പറ്റാത്തൊരു ഫീലിങ്സാണ്. ഒരു ഡ്രൈ ആവുന്നത് പോലെ, കടയണത് പോലെ, നമ്മൾ കുട്ടികളൊക്കെ എടുത്താൽ കൈ കടയില്ല, അതുപോലെ കടയണത് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ആയിരുന്നത്. അപ്പോൾ ഞാൻ 3 മാസം ജിദ്ദയിലുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യമൊന്നും ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കൂടുതലും നടക്കുമ്പോഴൊരു കിതപ്പ്, പ്രയാസം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് നമ്മൾ എസ്കലേറ്ററിൽ കുറച്ച് ഉയരത്തിൽ കയറുമ്പം എനിക്ക് ഓക്സിജൻ കിട്ടാത്ത പോലെ, പിന്നെ ഈ ഒരു കിതപ്പും കാര്യങ്ങളും. കാരണം എസ്കലേറ്ററിൽ നമുക്കറിയാലോ, നമ്മൾ കയറേണ്ട ആവശ്യമില്ല. പക്ഷെ അതുമ്മ കയറി ആ ഉയരത്തിലെത്തുമ്പോൾ പോലും എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തപ്പം തോന്നി ഇതെന്തോ ഒരു സംതിങ് ആണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഒരു സാധാ ഒരു ഇതല്ല എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം ഞാൻ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ആളാണ്. എപ്പോഴും ഡ്യൂട്ടിയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ അസുഖങ്ങൾ ഞാൻ ശ്രദ്ധിക്കലില്ല, അറിയലില്ല എന്നുള്ളതാണ്. ചില പെയിനുകളൊന്നും ഞാൻ അറിയലില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലതും നിസ്സാരാക്കി വിടലാണ്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എസ്കലേറ്ററിൽ കയറിയപ്പോൾ വരെ എനിക്കതൊരു ബുദ്ധിമുട്ട് ഫീലായപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത് സാധാ ഒരു ഇതല്ല, എന്തോ ഒരു സംതിങ് ഉണ്ട്, എന്തായാലും നാട്ടിലെത്തിയിട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു. പിന്നെ എനിക്കത് കൂടി വരുന്നത് പോലെയാണ് ഫീൽ ആയത്. ഈ ക്ഷീണമൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെ തോന്നി. അതുപോലെ തന്നെ നീര് വന്നിട്ടുണ്ടായിരുന്നു, കാലിനും കയ്യിനും മേലൊക്കെ നന്നായിട്ട് നീര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഇതുപോലെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കുണ്ടായൊരു ഫീലിങ്സാണ് പറയുന്നത്. അങ്ങനെ ആ നീരും ബുദ്ധിമുട്ടൊക്കെ വന്നു. പിന്നെ എനിക്കുണ്ടായൊരു ബുദ്ധിമുട്ട്, ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് കണ്ണടച്ച സമയത്ത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ശ്വാസം കിട്ടാത്ത, ഓക്സിജന് കുറയണത് പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, നമുക്ക് ഓക്സിജൻ കിട്ടാതെ അല്ലെങ്കിൽ നമ്മളെ ശ്വാസക്കാരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണുള്ള അവസ്ഥ, അങ്ങനത്തെ ആ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ എത്തി ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഒരു 10 ദിവസം ട്രെയിനിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. കാരണം ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതും അതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്കുണ്ടായ സിംറ്റംസാണ്. ഇതുപോലെ കയറ്റം കയറുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട്, തൊണ്ടക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പിടുത്തം, നെഞ്ഞിനും തൊണ്ടക്കും വന്നിട്ട് ഇവിടുന്ന് വിട്ടിട്ട് ഇതുവരെ ഒരു പിടുത്തം വന്നു. പിന്നെ കയ്യിന് ഒരു കുഴച്ചിൽ വരുന്നത് പോലെ ഇങ്ങനെ തോന്നി. കുഴച്ചിൽ മീൻസ് പെട്ടെന്ന് കടയും, മേലേക്കൊക്കെ പൊന്തിക്കുമ്പോഴും ഇതാകുമ്പോഴൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീലാവും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു പെയിൻ എനിക്ക് വന്ന് പോയിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ പറയാം. കാരണം അത് ഒരു സ്റ്റോറിയാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നമുക്ക് കൈകടച്ചിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പം ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങളൊന്ന് കൺഫേം ആക്കുക. കാരണം എനിക്ക് തന്നെ 98% എനിക്ക് ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റണ്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചൊക്കെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്ക് ഷുഗർ ഉണ്ട്, അതുപോലെ തന്നെ തൈറോയിഡും ഉണ്ട്. അപ്പം അത് പിന്നെ പാരമ്പര്യമുണ്ട്, അതിൻ്റെയൊക്കെ ഒരു
ഭാഗമാവും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊന്നും ഞാൻ കെയർ ചെയ്യാതെ ഞാൻ എൻ്റെ ഡ്യൂട്ടി അതിലേക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ്, എനിക്കുണ്ടായ സിംറ്റംസ് ഇതാണ്, എല്ലാവർക്കും ഇത് ആയിക്കൊള്ളുന്നില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വല്ല അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് പോകുന്ന ഒരു ചാനലാണ് എൻ്റെത്. അപ്പോൾ ഇങ്ങനത്തെ അറിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പം ഇത് വായിക്കണേയും കാണുന്ന ആളുകൾ ഉണ്ടാവും, അവർക്കും കൂടെ ഒരു ഉപകാരപ്രദമാവും എന്നുള്ളതാണ്. അപ്പം ഇതുവരെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുറച്ചൊന്ന് വിട്ടുപോയി, അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് വന്നു പോയി എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കും. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഒരു അനുഭവങ്ങൾ ഈ ഒരു ഇതുണ്ടായതും കുറേ സ്റ്റോറികൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ്